നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. സിറിയൻ ഭരണകൂടത്തിന് ഇറാനും ഹിസ്ബുല്ലയും പിന്തുണ നൽകുന്നതായി ജോൺ കെറി. അസദ് പിടിച്ചു നിൽക്കുന്നത് ബാഹ്യ പിന്തുണ കൊണ്ട് മാത്രമാണെന്നും കെറി. സിറിയൻ സൗഹൃദ രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിന് തുടക്കം. കുവൈറ്റിൽ റോഡ് നിയമങ്ങൾ ലംഘിക്കുന്ന കാൽനടയാത്രക്കാർക്കെതിരെ നടപടികളുണ്ടാകുമെന്ന് ഗതാഗത വകുപ്പിന്റെ മുന്നറിയിപ്പ്. സ്ത്രീകൾ മുഖം മറച്ച് വാഹനമോടിക്കരുതെന്നും നിർദ്ദേശം. വേഗപരിധി ലംഘിച്ച മന്ത്രിയുടെ വാഹനം പോലീസ് പിടിച്ചെടുത്തു. രേഖകൾ ശരിയാക്കാൻ സൗദിയിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലും ചേംബർ ഓഫ് കൊമേഴ്സ് തുറന്ന് പ്രവർത്തിപ്പിക്കും. രേഖകൾക്ക് നിയമപ്രാബല്യം നേടാൻ ഇതുവരെ ചേംബറിനെ സമീപിച്ചത് 6 ലക്ഷം പേർ. ക്രിക്കറ്റ് വാതുവെപ്പിൽ ശ്രീശാന്തിന്റെ നേരിട്ടുള്ള പങ്കിന് കൂടുതൽ തെളിവുകൾ. ശ്രീയുടെ S36 കമ്പനി വാതുവെപ്പിന് പദ്ധതിയിട്ടിരുന്നുവെന്ന് ഡൽഹി പോലീസ്. BCCI പ്രസിഡന്റ് ശ്രീനിവാസന്റെ മരുമകനെ മുംബൈ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. IPL പ്ലേ ഓഫ് എലിമിനേറ്ററിൽ ഹൈദരാബാദ് സൺറൈസേഴ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 133 റൺസ് വിജയലക്ഷ്യം. രാജസ്ഥാൻ റോയൽസ് പൊരുതുന്നു. ആദ്യ 10 ഓവറിൽ രാജസ്ഥാന്റെ 5 വിക്കറ്റ് നഷ്ടമായി. വിശദമായ വാർത്തകളിലേക്ക്. ബഷാർ ഉൽ അസദിനെ താങ്ങി നിർത്തുന്നത് ഇറാനും ഹിസ്ബുല്ലയുമാണെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി വില്യം ഹേഗ് ആരോപിച്ചു. അതേസമയം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തി. സിറിയൻ സൗഹൃദ രാജ്യങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് ജോർദാനിലെത്തിയതായിരുന്നു വില്യം ഹേഗും ജോൺ കെറിയും. സിറിയൻ സൗഹൃദ രാജ്യങ്ങളുടെ 2 ദിവസത്തെ കൂടിക്കാഴ്ചക്കാണ് ഇന്ന് തുടക്കമായത്. പുറത്തുനിന്ന് അസദിന് നൽകുന്ന പിന്തുണ നിരാശാജനകമാണെന്നും ഹേഗ് ജോർദാനിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സിറിയയിലെ പ്രതിപക്ഷത്തിനുള്ള പിന്തുണ വർദ്ധിപ്പിക്കുന്നതിൽ ഉടൻ തീരുമാനമെടുക്കണമെന്ന് സിറിയൻ സൗഹൃദ രാജ്യങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വില്യം ഹേഗ് പറഞ്ഞു. Syrian regime is receiving a great deal of support. It's received steadily increasing support over recent months from people outside Syria, from Hezbollah and from Iran. This is a regime that is increasingly dependent on such external support. വരും നാളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കി ബ്രിട്ടനും ഫ്രാൻസും സംയുക്തമായി നിലപാടെടുക്കുമെന്നും ഹേഗ് പറഞ്ഞു. സിറിയയിൽ ആഭ്യന്തര കലാപം ആരംഭിച്ചിട്ട് 2 വർഷമായി. സിറിയയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് ലോകരാജ്യങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും ഹേഗ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈജിപ്ത് ഗസയിലേക്കുള്ള റഫ അതിർത്തി വീണ്ടും തുറന്നു. ഇസ്രയേൽ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്തുനിന്ന് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ സുരക്ഷാ സൈനികർ വിട്ടയക്കപ്പെട്ടതിനെ തുടർന്നാണ് അതിർത്തി തുറക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 5 ദിവസമായി അതിർത്തി തടഞ്ഞുകിടക്കുകയായിരുന്നു. വടക്കൻ സിനായ് മേഖലയിൽ 2 വർഷം മുമ്പ് ആക്രമണം നടത്തിയ കേസിൽ പിടിയിലായ തീവ്രവാദികളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോയത്. തീവ്രവാദികളുമായി യാതൊരു ഒത്തുതീർപ്പുമില്ലെന്ന് ഈജിപ്ത് പ്രസിഡന്റ് മുഹമ്മദ് മുർസി കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ബഹ്റൈനെതിരെയുള്ള ഇറാൻ ഭീഷണിക്കെതിരെ സമ്മർദ്ദമുയർത്താൻ വിവിധ അന്താരാഷ്ട്ര കൂട്ടായ്മകളോട് ബഹ്റൈൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ അഭ്യർത്ഥിച്ചു. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ബാൻ കി മൂണിനും യൂറോപ്യൻ യൂണിയൻ, അറബ് ലീഗ്, OIC എന്നീ അന്താരാഷ്ട്ര സമിതികൾക്കുമാണ് ഔദ്യോഗിക സന്ദേശം അയച്ചത്. ബഹ്റൈനെതിരെ ഇറാൻ ഉയർത്തുന്ന വിവിധതരം ഭീഷണികളെക്കുറിച്ച് അദ്ദേഹം കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ബഹ്റൈന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇത്തരം ഇടപെടലുകളെ അസ്വീകാര്യമാണെന്ന് കത്തിൽ പറയുന്നു. കുവൈറ്റിൽ റോഡ് നിയമങ്ങൾ ലംഘിക്കുന്ന കാൽനടയാത്രക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഗതാഗത വകുപ്പിന്റെ മുന്നറിയിപ്പ്. സ്ത്രീകൾ മുഖം മറച്ച് വാഹനമോടിക്കരുതെന്നും നിർദ്ദേശം. വേഗപരിധി ലംഘിച്ച മന്ത്രിയുടെ വാഹനം പോലീസ് പിടിച്ചെടുത്തു. കർശനമായ വാഹന പരിശോധനകളും ശിക്ഷാ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് കുവൈറ്റ് ഗതാഗത വകുപ്പ്. GCC ട്രാഫിക് വാരത്തോടനുബന്ധിച്ച് തുടക്കമിട്ട ക്യാമ്പയിനിന്റെ ഭാഗമായി പഴുതടച്ച പരിശോധനകളാണ് നിത്യവും നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശോധനകൾ വിദേശികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെങ്കിലും നിരത്തുകളിലെ തിരക്ക് കുറച്ചിട്ടുണ്ട് എന്നത് ക്യാമ്പയിനിന്റെ വിജയമായാണ് അധികൃതർ വിലയിരുത്തുന്നത്. കാൽനടയാത്രക്കാരും ഗതാഗത നിയമലംഘനത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടാമെന്നാണ് ഗതാഗത വകുപ്പ് അണ്ടർ സെക്രട്ടറി അബ്ദുൽ ഫത്താഹ് അലിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന വ്യക്തമാക്കുന്നത്. സിഗ്നലിൽ പച്ച വെളിച്ചം തെളിഞ്ഞു നിൽക്കുന്ന സമയങ്ങളിൽ റോഡ് മുറിച്ചു കടക്കുന്ന വരെ പിടികൂടണമെന്ന് ബന്ധപ്പെട്ട പരിശോധകർക്ക് നിർദ്ദേശം നൽകിയതായി പ്രാദേശിക പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ റോഡ് മുറിച്ചു കടന്നാൽ 25 ദിനാർ പിഴയോ 15 നാളത്തെ തടവോ അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ചോ അനുഭവിക്കേണ്ടി വരും. തിരക്കുള്ള നിരത്തുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ നടപ്പാലങ്ങൾ വഴിയോ റെഡ് സിഗ്നൽ നേരത്ത് സീബ്ര ക്രോസിംഗിലൂടെയോ മാത്രമേ റോഡ് മുറിച്ചു കടക്കാൻ പാടുള്ളൂ. നിയമം രാജ്യത്ത് നിലവിലുണ്ടായിരുന്നെങ്കിലും അത്ര കർശനമായി പാലിക്കപ്പെട്ടിരുന്നില്ല. മറ്റൊരറിയിപ്പിൽ ഹിജാബ് ധരിക്കുന്ന സ്ത്രീകൾ തിരിച്ചറിയൽ അസാധ്യമാകുന്ന രീതിയിൽ മുഖം മറച്ച് വണ്ടി ഓടിക്കുന്നത് ഗതാഗത നിയമത്തിന്റെ ലംഘനമാണെന്ന് ട്രാഫിക് വിഭാഗം അറിയിച്ചു. അതേസമയം വേഗപരിധി ലംഘിച്ചതിന് കുവൈറ്റ് പാർലമെന്ററി കാര്യമന്ത്രിയും രാജകുടുംബാംഗവുമായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള അൽ സബാഹിന്റെ വാഹനം കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചെടുത്തു. നുവൈസീബ് റോഡിൽ വെച്ചായിരുന്നു സംഭവം. അമിത വേഗതയിൽ സഞ്ചരിച്ചതിന്റെ പേരിൽ വാഹനം 2 മാസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിയമപാലനത്തിന്റെ കാര്യത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന ട്രാഫിക് മേധാവിയുടെ പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രാദേശിക മാധ്യമം സംഭവം റിപ്പോർട്ട് ചെയ്തത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈത്ത്.
സൗദിയിൽ രേഖകൾ ശരിയാക്കൽ നടപടികൾ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി വ്യാഴം വെള്ളി ദിവസങ്ങളിലും ചേംബർ ഓഫ് കൊമേഴ്സ് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇതോടൊപ്പം പ്രവൃത്തി സമയവും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ 8 മുതൽ രാത്രി 10 വരെയാണ് പ്രവൃത്തി സമയം. അവധി ദിവസമായ വ്യാഴം 8 മണിക്കൂറും വെള്ളി ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയും ചേംബർ തുറന്ന് പ്രവർത്തിക്കും. ഇളവുകാല ആനുകൂല്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനായുള്ള തിരക്കേറിയതോടെയാണ് വാരാന്ത്യ അവധി ദിനങ്ങളിലും പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് റിയാദ് ചേംബർ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുറഹ്മാൻ അൽസാമിൽ അറിയിച്ചു. ശരീഅത്ത് വിമുക്തമായ ഭരണഘടനയെ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് ദോഹയിലെ ഈജിപ്ഷ്യൻ ഇസ്ലാമിസ്റ്റുകൾ. ഖത്തറിൽ നടന്ന 13ാമത് ദോഹ ഫോറത്തിലെ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അവർ. വിപ്ലവാനന്തരം അധികാരത്തിലെത്തിയ ഇസ്ലാമിക പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുത്ത ചർച്ച ദോഹ ഫോറത്തിൽ ശ്രദ്ധേയമായി. മതവും രാഷ്ട്രീയവും തമ്മിൽ വേർതിരിക്കുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് ഫോറം വിലയിരുത്തി. ഈജിപ്തിലെ ഇഖ്വാൻ മുസ്ലിമുൻ്റെയും തുനീഷ്യയിലെ അന്നഹ്ലയുടെയും പ്രതിനിധികളായിരുന്നു ചർച്ചയിലെ പ്രമുഖ ക്ഷണിതാക്കൾ. പാനലിൽ ബഹ്റൈനിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ അൽ വഖാഫ് നാഷണൽ ഇസ്ലാമിക് സൊസൈറ്റിയുടെ പ്രതിനിധിയും ഉണ്ടായിരുന്നു. ഈജിപ്തിലെയും തുനീഷ്യയിലെയും ഭരണത്തിൽ ഇസ്ലാമിക സാന്നിധ്യമായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയം. വിപ്ലവാനന്തരം രാജ്യം വീണ്ടും സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ലേ എന്ന ചോദ്യത്തിന് ജനുവരി 25-ന് ഈജിപ്തിലുണ്ടായ വിപ്ലവം രാജ്യത്തെ അപകർഷതാബോധത്തിൽ നിന്ന് മാറ്റിയെന്നും ഇസ്ലാം ഒരു പ്രത്യേക രാഷ്ട്രീയധാരയ്ക്ക് പകരം ധാരാളം മൂല്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഈജിപ്തിലെ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് അബ്ദുൽ മൗഹൂദ് ദർഗെ പറഞ്ഞു. ഈ ഇസ്ലാമിക മൂല്യങ്ങൾക്ക് തടസ്സമാണ് സ്വേച്ഛാധിപത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുനീഷ്യൻ ഭരണഘടന ഇസ്ലാമിക മൂല്യങ്ങളിൽ അധിഷ്ഠിതവും നീതിയും സമത്വവും അംഗീകരിക്കുന്നതുമാണെന്നും സ്വേച്ഛാധിപത്യം തടയുന്നതിനുള്ള നിയമം പ്രത്യേകമായി നിർമ്മിക്കുമെന്നും അന്നഹ്ലയുടെ വനിതാ പ്രതിനിധി അമൽ അസോസ് പറഞ്ഞു. റമീസ് ചാത്തിയാറ, മീഡിയ 1, ഖത്തർ. ഫലസ്തീൻ മുക്കുവർക്ക് ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിച്ചു. ഗസയിൽ നിന്നുള്ള മീൻപിടുത്തക്കാരുടെ ഉപജീവനമാർഗം തടഞ്ഞ ഇസ്രയേൽ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. ഫലസ്തീൻ ഇസ്രയേൽ സമാധാന ചർച്ചകളുടെ ഭാഗമായി US സ്റ്റേറ്റ് പ്രസിഡന്റ് ജോൺ കെറി മറ്റന്നാൾ ഇസ്രയേൽ സന്ദർശിക്കാനിരിക്കെയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നടപടി. തീരത്ത് നിന്ന് 5.5 നോട്ടിക്കൽ മൈൽ മാത്രമായിരുന്നു കഴിഞ്ഞ 2 മാസമായി അനുവദിക്കപ്പെട്ടിരുന്നത്. ഇത് 11 നോട്ടിക്കൽ മൈലായി ഉയർത്തി. دائما الصيد بمصر كل ما البحر مسكر 3 ميل 3 ميل كل بحر يروح على مصر للصيد. ഗസ തീരത്ത് ഇത് മത്തികളുടെ ചാകരക്കാലമാണ്. ഉപരോധം നീക്കിയത് ഫലസ്തീൻ മുക്കുവരെ ഇതിനാൽ ആഹ്ലാദഭരിതരാക്കിയിട്ടുണ്ട്. ഈജിപ്ത് മുൻകൈയെടുത്ത് നടത്തിയ സമാധാന ചർച്ചകളുടെ ഭാഗമായാണ് ഗസക്ക് മേൽ ഇസ്രായേൽ നടത്തിവന്ന കടൽ ഉപരോധം നീക്കിയത്. എന്നാൽ കഴിഞ്ഞ മാർച്ചിൽ ഇസ്രായേലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഉപരോധം വീണ്ടും ഏർപ്പെടുത്തുകയായിരുന്നു. ഗസ, കടൽ, കര, വായു മാർഗങ്ങളെല്ലാം ഇസ്രായേലിനാൽ ഉപരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. മിഡിൽ ഈസ്റ്റിലെ ആദ്യ സൗരോർജ്ജ എണ്ണ ഖനനത്തിന് ഒമാനിൽ തുടക്കമായി. അമാൽ എണ്ണപ്പാടത്താണ് PDOയും അമേരിക്കൻ കമ്പനിയായ ഗ്ലാസ് പോയിന്റ് സോളാറും പദ്ധതി നടപ്പാക്കിയത്. എൻഹാൻസ്ഡ് ഓയിൽ റിക്കവറി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇവിടെ ഖനനം നടക്കുക. സൗരോർജ്ജത്തിലൂടെ ലഭിക്കുന്ന 7 മെഗാവാട്ട് വൈദ്യുതി ഉപയോഗിച്ച് ദിവസം 50 ടൺ ആവി ഉൽപ്പാദിപ്പിക്കും. ഇത് ഉപയോഗിച്ച് പ്ലാന്റ് പ്രവർത്തിപ്പിക്കും. പരമ്പരാഗത രീതിയിൽ വൈദ്യുതിയും പ്രകൃതിവാതകവും ഉപയോഗിച്ചാണ് ആവി ഉണ്ടാക്കുന്നത്. പ്രകൃതിവാതകം ലാഭിക്കാൻ കഴിയും എന്നതിനു പുറമെ പുക പുറത്തേക്ക് വിടില്ലെന്ന പ്രത്യേകതയും സൗരോർജ്ജ പ്ലാന്റിനുണ്ട്. കൂറ്റൻ കോൺകേവ് കണ്ണാടികൾ ഉപയോഗിച്ച് വെള്ളം കടന്നുപോകുന്ന ലോഹ പൈപ്പുകൾ ചൂടാക്കിയാണ് ആവി ഉൽപ്പാദിപ്പിക്കുന്നത്. സൗരോർജ്ജ സാങ്കേതിക വിദ്യ നടപ്പാക്കിയാൽ പ്രകൃതിവാതകത്തിന്റെ ഉപയോഗം 80% കുറയ്ക്കാനാവുമെന്നാണ് കണക്കുകൂട്ടുന്നത്. We have a lot of potential to reduce usage of natural gas in making steam for EOR, and that means that gas can be freed for better usage, like developing, for example, petrochemical industries or exporting as LNG instead of burning it to make steam. വെയിൽ ശക്തമായ ഗൾഫിലെ എണ്ണപ്പാടങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രകൃതി സൗഹൃദ സാങ്കേതിക വിദ്യയാണിതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മീഡിയ 1, മസ്കത്ത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു.
വാർത്തകളിലേക്ക് തിരിച്ചുവരാം. ഫറൂഖ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഫോസ ദുബായ് ചാപ്റ്റർ വാർഷിക കായികമേള സംഘടിപ്പിച്ചു. ദുബായ് അൽ മിസ്ബാഹ് സ്റ്റേഡിയത്തിൽ കോളേജ് ക്യാമ്പസിലെ 4 പ്രധാന ഹോസ്റ്റലുകളുടെ പേരിലുള്ള ടീമംഗങ്ങൾ മാർച്ച് പാസ്റ്റ് നടത്തി. അക്കാഫ് സെക്രട്ടറി അനൂപ് അനിൽ, നാസർ പരദേശി, സുധീഷ്, അബ്ദുൽ ലത്തീഫ് എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉള്ളവർക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ദുബൈയിലെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലായ ബുർജുൽ അറബ് ലോകത്തിലെ ഏറ്റവും നല്ല ഹോട്ടലായി തിരഞ്ഞെടുക്കപ്പെട്ടു. അൾട്ടിമേറ്റ് ലക്ഷറി ട്രാവൽ റിലേറ്റഡ് അവാർഡാണ് ബുർജുൽ അറബിന് ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും നല്ല ഹോട്ടലും ബുർജുൽ അറബ് തന്നെ. ഡെയിലി ടെലഗ്രാഫ് മാഗസിൻ നടത്തിയ സർവേയിലാണ് ബുർജുൽ അറബ് സ്ഥാനം കരസ്ഥമാക്കിയത്. കാറുകൾ കൊണ്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തി ശ്രദ്ധേയരാവുകയാണ് സൗദി അറേബ്യയിലെ ഒരു കൂട്ടം യുവാക്കൾ. ഹോളിവുഡ് രംഗങ്ങളെ വെല്ലുന്ന പ്രകടനങ്ങളാണ് ഇവരുടേത്. കാറുകൾ കൊണ്ടുള്ള അഭ്യാസങ്ങൾ ഇവർക്കെന്നും ഹരമാണ്. കാണുന്നവർക്കെല്ലാം വലിയ കൗതുകമാണ് ഇവരുടെ പ്രകടനങ്ങൾ. കാറുകളെ 2 ടയറിൽ നിർത്തി വേഗതയിൽ ഓടിച്ചു പോവുക, അതിനു മുകളിൽ കയറി നിന്ന് കൈവീശി കാണിക്കുക. ആരും ഒന്ന് അമ്പരന്ന് പോകും ഇവരുടെ ഈ പ്രകടനം കണ്ടാൽ. കാർ റൈഡിനെ ഇഷ്ടപ്പെടുന്ന സൗദി അറേബ്യയിലെ ഇംപോസിബിൾ ഗ്രൂപ്പ് എന്ന പേരിട്ട ഒരു കൂട്ടം യുവാക്കളാണ് ഈ അഭ്യാസങ്ങൾക്ക് പിന്നിൽ. സൈഡ് വാസ്കിംഗ് എന്നാണ് ഇവർ ഈ അഭ്യാസത്തിനിട്ട പേര്. ഇംപോസിബിൾ ക്യാപ്റ്റൻ എന്ന പേരിൽ മറ്റുള്ളവർ വിളിക്കുന്ന യുവാവാണ് ഈ ടീമിന്റെ ക്യാപ്റ്റൻ. ഇദ്ദേഹമാണ് തങ്ങളുടെ ആവേശമെന്ന് മറ്റംഗങ്ങളും പറയുന്നു. കാണുന്നവർക്ക് വലിയ അപകടമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും തികഞ്ഞ ഏകാഗ്രതയുണ്ടെങ്കിൽ ആർക്കും ഈ അഭ്യാസം സ്വായത്തമാക്കാമെന്നാണ് ഇംപോസിബിൾ ക്യാപ്റ്റന്റെ അഭിപ്രായം. بنظر المشاهد انها خطره بس ما هي خطره هي عاديه وطبعا الا بشيء. ഇനി മറ്റു രാജ്യങ്ങളിലും ഈ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുക എന്നതാണ് ഇപ്പോൾ ഇവരുടെ ആഗ്രഹം. സൗദിയിലെ നീണ്ടുകിടക്കുന്ന റോഡുകളിൽ ഇവരുടെ അഭ്യാസ പ്രകടനങ്ങൾ തുടരുകയാണ്.